ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പൈ, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുണ്ണ തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേച്ചക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ, രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ സഹായക്കട. ഈ സ്വർണ്ണക്കടയാണ്, ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുവല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അരെ ശ്രീനിവാസൻ, രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. വരൂ. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നറത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ട പണ്ടാരം. ഒരു ജിലേബി ദിഗ്വേ, എന്നാ ഒരു ലഡു ദിഗ്വേ. ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തു പോകും കണ്ണാ. നീ സത്തു പോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടല്ലേ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പഠിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്കാ ജ്യൂസ് കുടിക്കേ. തിരുമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറ്. ആറോ വന്നിരിക്കണു. പോയി നോക്ക. ഓച്ചഞ്ചോയ്.
സർക്കിളാണ് ഇറക്കാൻ പറഞ്ഞു. ഉം. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. ആ, തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറേ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. ആ, എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഉം. അവളിപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആ, അദ്ദേഹം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം ചുമ്മാ ഇരിക്കണ്ണ. എന്താ ശരിയല്ലേ? ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വര പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. ആ, അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം. ഉം. Hide from a sensor scan. It would have to be able to change its molecular structure, like gold changing itself. നിർമ്മൽ, സൂക്ഷിക്കണമേ. നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ? അത് ശ്രീരാമ പട്ടാഭിഷേകം. അത് നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേട്ട് ഗാലി ഗാലി പാൻറിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ്ങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം മറന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ആ, ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? ഉം? അശ്വട് അശ്വട്, നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിരുന്ന് എന്ത് കഥ കാണുന്നെന്നറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താളെ ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ഞാനും അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, നിവാദനോ? നാളെ പോയി തന്നോ. 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാലയെടുത്ത് ഉറപ്പാണോ? അന്ന് കറുപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല?
ആ അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസ് നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല, നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണു? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു ഇവനെ അറിയ നിർമ്മൽ. നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? പപ്പ ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞു വെച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തി കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്, നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർ റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് അടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസിനെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്റെ പുറകു നിന്നെയും പിടിച്ചിട്ടെ, നീയും മുള്ളണം കുടത്തിൽ. വാറു വാറു. അറിവൂ നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറവറു. ഞാൻ എന്റെ കാറിൽ വേണ്ട വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി, അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാൻ നമ്മൾക്ക്. നിനക്ക് നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം. നീ നല്ല പയ്യനല്ലേ ദമയന്തി? നല്ല പയ്യൻ. അവൻ മറയല്ല, അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറിക്കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വരിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല, ഇതാറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത്. ശരി, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയുന്നത് ഇവർക്ക് കാപ്പി കൊടുക്കണല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയത് പോലെ ആയി. അല്ലല്ലണ്ണാ, ഹായ് ഹാണ്ട്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മളെ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു, നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു വരൂ. ചെല്ലു. വേണ്ട കണ്ണാ. ഭണ്ഡാരം ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണാ നാക്കൂടെ വന്നത്. മമ്മ ബപ്പ എന്നോരണം തിന്നോട്ടെ. നിനക്ക് പപ്പയെ മധുരം തിട്ടിച്ച് കൊന്നിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല. ഭണ്ഡാരം കൊണ്ടുപോകൂ. എന്താണ് മയെ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും. നമ്മൾ കുറച്ച് സ്വർണവും ചെലവാവും. അരെ ശ്രീനിവാസൻ, മാത്ത് ബോർഡ് മാത്ത്. എന്താണ്? സ്വർണത്തിന് വില കൂടി. എത്ര? 2160. അരേ തിരുമൽ ദേവ. ഭണ്ഡാരം ഞാൻ വിളിച്ചു തിരുമൽ ദേവനെ. താൻ ബോർഡ് മാറ്റൂ. തിരുമൽ ദേവൻ നിങ്ങളുടെ സ്വന്തമാണ്. എന്താണ് നമുക്ക് വിളിച്ചാലേ? ഹരേ തിരുമൽ ദേവ നമ്മളെ വിളിച്ചു.
രാവിലെ ഉടുത്തിറങ്ങി ഇത് എവിടേക്കാ യാത്ര? ആ, 4 മണി കഴിഞ്ഞോ? കഴിഞ്ഞു. അത് പറയാനാ ഞാൻ വന്നത്. നന്നായിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 മണി കഴിഞ്ഞിട്ട് ആളെ പറയാമെന്ന്. മാല എന്റെ അമ്മൂട്ടിക്കാ. കുട്ടിക്കാലം മുതൽക്കേ അമ്മൂട്ടിക്ക് എന്നോട് ഇഷ്ടമാണ്. അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് അമ്മൂട്ടിയോടും. തട്ടാക്കുട്ടി തട്ടാക്കുട്ടി എന്ന് അമ്മൂട്ടി എന്നെ വിളിക്കുന്നത്. എന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ അറിയിക്കാം. അച്ഛനെയും കൂട്ടി വരണം. പട്ടണത്തിൽ നിന്ന് നിങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗമയാ. ഉണ്ണി നാട്ടിലേക്ക് പോവാണല്ലേ? അതെ, കല്യാണത്തിന് തരപ്പെട്ടാ വരാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ വരട്ടെ. ആരപ്പ ഷായിപ്പ പാൻറ്റും കോട്ടും. താനും എവിടായിരുന്നു? പട്ടണത്തിലായിരുന്നു. അവിടെ ഒരു സ്വർണ്ണക്കടയില്. തൊഴില് പഠിച്ചവന് ദോഷമൊന്നും വന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ? ഓ, അച്ഛനും പെങ്ങളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അറിയാൻ വന്നായിരിക്കും. ചത്തിട്ടില്ല. ആ, ഒരു വിശേഷം അറിഞ്ഞോ? പെങ്ങളാ ആനക്കാരൻ ഗോവിന്ദനോട് ഒളിച്ചോടി. അങ്ങനെ ഒരു വാദം ഒഴിഞ്ഞു കിട്ടി. അപ്പൊ ഇനി എപ്പോഴാ പട്ടണത്തിലേക്ക്? തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതിനു മുമ്പ് കല്യാണം ഉറപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓഹോ, അപ്പൊ അവിടെ പെണ്ണെ കണ്ടുവച്ചിട്ടാ? പെണ്ണ് ഇവിടെ തന്നെയാ. അച്ഛനറിയും. ആ, കല്യാണക്കാരും പറയാൻ മതി. ഞാൻ കല്യാണം കഴിച്ചു. വയസ്സുകാലത്ത് എന്നെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. മക്കളൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ. ഏതായാലും എന്റെ കല്യാണക്കാരെ അലമോടുകൂടി ഒന്ന് പറഞ്ഞേര്. ഡേയ്, ഒന്നിങ്ങോട്ട് വന്നേ.